بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب الغضب في الموعظة والتعليم إذا رأى ما يكره. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വളരെ ചിന്തിക്കേണ്ട, പ്രത്യേകിച്ചും ഇന്നത്തെ നമ്മുടെ വർത്തമാനകാലത്ത് വഅ്ള് പറയുന്നവരും പഠിപ്പിക്കുന്നവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അതിമഹത്തായൊരു ബാബായിട്ടുള്ളത്. തൊട്ടു മുമ്പത്തെ ബാബുകളിൽ ഇൽമിനെ പഠിക്കാൻ ആഗ്രഹം കൂടിയാൽ അവർ ഷിഫ്റ്റായി വരെ പോകും. ആ ഇൽമ് അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു വേദിയും അവർ തിരഞ്ഞെടുക്കൂല. അത് നടക്കാതിരിക്കാനുള്ള മാർഗം അവർ ആരായും. ഒരാളെ കൊണ്ട് മാത്രം ഇൽമ് പഠിക്കലും ബിസിനസ് ചെയ്യലും കൃഷി ചെയ്യലും ജോലി ചെയ്യലും എല്ലാം കൂടി നടക്കാതിരിക്കുമ്പോൾ അതിന് മറ്റുള്ളവരും കൂടി ഷെയർ ചെയ്യാക്കി ഓരോരോ സമയത്ത് ഓരോരുത്തർ പഠിക്കാൻ പോയും പഠിച്ച വിഷയങ്ങൾ അവർ മറ്റു പരസ്പരം കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി പറയാണ്, പഠിക്കാനും പഠിപ്പിക്കാനും താല്പര്യമുണ്ടാകുമ്പോൾ ചിലപ്പോൾ പഠിപ്പിക്കുന്ന ശൈലിയിൽ ചില പ്രത്യേകമായ വേണ്ടാത്തരങ്ങൾ വന്നു പോയേക്കാം. അത് അവരെ ഉണർത്തേണ്ടതുണ്ട്. അതുപോലെ പഠിക്കുമ്പോഴും മുതഅല്ലിമീങ്ങളുടെ ഭാഗത്തിൽ നിന്നും പഠിക്കുന്ന പഠിതാക്കളുടെ ഭാഗത്തിൽ നിന്നും വേണ്ടാത്തരങ്ങൾ, അദബ് കേടുകൾ, വേണ്ടാത്ത കാര്യങ്ങൾ അവരുടെ പക്കൽ നിന്ന് വരുമ്പോൾ അവരെയും അത് പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ രണ്ട് വിഷയമാണ് ഈ ബാബ് കൊണ്ട് ഇമാം ബുഖാരി ഉദ്ദേശിക്കുന്നത്. ബാബുൽ ഗളബി, ദേഷ്യം പിടിക്കണം എന്ന് പറയുന്ന ബാബാണ്. ഫിൽ മൗഇളത്തി വത്തഅലീമി, അവിടെ ഫീക്ക് രണ്ടർത്ഥം ഉണ്ട്. അവിടെ രണ്ട് നിലയിൽ വരാൻ പോകുന്ന ഹദീസിൽ ഈ ബാബിൽ 3 ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഹദീസ് അനുസരിച്ചാണ് ആദ്യം വെക്കുന്നത്. ഫിൽ മൗഇളത്തി, വഅ്ള് പറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ദേഷ്യം പിടിക്കുക. വത്തഅലീമി, പഠിപ്പിക്കുന്ന ഉസ്താദ് പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്നതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിലേക്ക് ദേഷ്യം പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദീന് പഠിപ്പിക്കുക എന്ന് വിചാരിച്ച്, ദീൻ ഉപദേശിക്കുക എന്ന് വെച്ചിട്ട് അത് ഏത് ശൈലിയും ഏത് മാർഗവും അവലംബിക്കാം എന്ന് വെച്ച് പഠിപ്പിക്കരുത്. അതിൻ്റേതായ മാർഗമല്ലാത്ത വഴിയിൽ കൂടെ പോയാൽ ആ പഠിപ്പിക്കുന്ന ആളെ, ആ വഅ്ള് പറയുന്ന വാഇളിനെ, പഠിപ്പിക്കുന്ന മുഅല്ലിമിനെ, അധ്യാപകനെ, അവനോട് ദേഷ്യം പിടിക്കേണ്ടതുണ്ട്. എപ്പോ? ഇദാ റആ, ബന്ധപ്പെട്ടവർ കണ്ടാൽ, മാ യുക്റഹു, വെറുക്കപ്പെടുന്നതായ ഒന്നിനെ. ഇവിടെ മാ യക്റഹു എന്നുണ്ട്, മാ യുക്റഹു എന്നുണ്ട്. ഇദാ റആ, ബന്ധപ്പെട്ട ആളുകൾ കണ്ടാൽ, ഔദ്യോഗികതയുള്ള ആളുകൾ കണ്ടാൽ, മാ ഒരു സംഗതി, നിങ്ങളുടെ സംഗതിയാണ്, യുക്റഹു അത് വെറുക്കപ്പെടും. പരിശുദ്ധ ദീനിൽ വിരോധിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ പരിശുദ്ധ ദീന് വിരോധിച്ച ഒരു കാര്യം മുഅല്ലിമിൻ്റെ വക്കൽ നിന്നോ വഅ്ളിൻ്റെ വക്കൽ നിന്നോ വഅ്ളിൻ്റെ ഘട്ടത്തിലോ പഠിപ്പിക്കുന്ന ഘട്ടത്തിലോ അവരിൽ കണ്ടാൽ, ബന്ധപ്പെട്ട ഔദ്യോഗികതയുള്ള ആളുകൾ, അവരെ ഉണർത്താൻ അയോഗ്യതയുള്ള ആളുകൾ അവിടെ ദേഷ്യം പിടിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ബാബാണ്. അപ്പോൾ ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉസ്താദന്മാർ, മുഅല്ലിമീങ്ങൾ, വാഇളീങ്ങൾ, അവരെ വക്കൽ നിന്ന് പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച മാർഗമല്ലാതെ, പഠിപ്പിച്ച മാർഗമല്ലാതെ
പഠിപ്പിച്ചു കൊടുക്കാനും വഅദ് പറയാനും അവരെ അവലംബിച്ചാൽ അവരോട് ദേഷ്യം പിടിക്കേണ്ടതുണ്ട്. അവരുടെ മേലുദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അവരോട് ഉപദേശിക്കാൻ അർഹതയുള്ളവർ. ആമായ വിഷയത്തിലാണെങ്കിൽ അംറും ബിൽ മഅറൂഫ് നടത്താൻ എല്ലാവർക്കും അധികാരമുണ്ട്. അവരെന്ത് ചെയ്യണം? ആ ഉസ്താദിനോട് അല്ലെങ്കിൽ ആ മുഅല്ലിമിനോട് ദേഷ്യം പിടിക്കേണ്ടതുണ്ട്. വേണ്ടി വന്നാൽ അവരെ പിരിച്ചുവിടേണ്ടത് വരെയുണ്ട്. പരിശുദ്ധ ഇസ്ലാം വിരോധിച്ച മാർഗമല്ലാതെ അവലംബിച്ചു കഴിഞ്ഞാൽ എന്ന് സൂചിപ്പിക്കുന്ന ബാബാണ്. അത് ഒന്നാമത്തെ ഹദീസുമായി യോജിക്കുമ്പോൾ ഈ ബാബിനർത്ഥം വെക്കേണ്ടത് അങ്ങനെയാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഹദീസുകൾ നോക്കുമ്പോൾ ഈ ബാബിനർത്ഥം വെക്കേണ്ടത് എങ്ങനെയാണ്? ബാബുൽ ഗളബി, ദേഷ്യം പിടിക്കണമെന്ന് ഞാൻ ചെയ്യുന്ന ബാബാണ്. ഫിൽ മൗഇളത്തി, ഉപദേശം പറയുന്ന ഘട്ടത്തിൽ, വത്തഅലീമി, പഠിപ്പിച്ചു കൊടുക്കുന്ന ഘട്ടത്തിലും. ആര്? പഠിപ്പിക്കുന്ന ആളും വഅദ് പറയുന്ന ആളും. അപ്പോൾ വായിലും മുഅല്ലിമും ദേഷ്യം പിടിക്കണം. അപ്പം ഇതാറ ആ വായിദ് അല്ലെങ്കിൽ ആലിമ് മുഅല്ലിമ് അവർ കണ്ടാൽ ഒന്നിനെ എങ്ങനെ ഒന്നാണ് യുക്റഹു, അത് വെറുക്കപ്പെടും ശറഇന്റെ ഭാഗത്തിൽ കൂടി. അപ്പോൾ ശറഇന്റെ ഭാഗത്തിൽ കൂടി വെറുക്കപ്പെടുന്ന ഒരു കാര്യം സദസ്യരുടെ വക്കൽ നിന്നോ അല്ലെങ്കിൽ ഇവരെ ഉപദേശിക്കപ്പെടേണ്ട ആളുകളെ വക്കൽ നിന്നോ അല്ലെങ്കിൽ ലോകത്ത് വെച്ചോ എന്തെങ്കിലും വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ അത് വിമർശിക്കുന്ന ഘട്ടത്തിൽ, മറുപടി പറയുന്ന ഘട്ടത്തിൽ, സജ്ർ ചെയ്യുന്ന ഘട്ടത്തിൽ, വഅദ് പറയുന്ന വായിദ്, മുഅല്ലിമ്, പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകൻ അവരെന്ത് ചെയ്യേണ്ടത്? അവർ ദേഷ്യം പിടിക്കേണ്ടതുണ്ട്, അവർ ചൂടാകേണ്ടതുണ്ട്, ഗൗരവത്തിൽ പറയേണ്ടതുണ്ട്. അപ്പം രണ്ടർത്ഥമായി. ഒന്ന്, മുഅല്ലിമിനിക്കും വായിദിനിക്കും അവർ വഅദ് പറയുമ്പോഴും അവർ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും മുതഅല്ലിമീങ്ങളുടെയും അവർ ആരുദ്ദേശിച്ചാണോ പറയുന്നതെങ്കിലും അവരൊക്കെ നിന്ന് വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവരെ ഉപദേശിക്കാൻ വേണ്ടി ദേഷ്യം പിടിച്ച് ചൂടായി പറയാം. എല്ലാം ചിരിച്ചുകൊണ്ട്, എല്ലാം തലോടിക്കൊണ്ട് പറയേണ്ടതില്ല. ശൈലികൾ മാറ്റാം മുഅല്ലിമിനിക്കും വായിദിനിക്കും. അതാ രണ്ടാമത്തെ അർത്ഥം. ഒന്നാമത്തെ അർത്ഥമാണ് ഒന്നാമത്തെ ഹദീസ് നോക്കുമ്പോൾ. അതെന്താ? മുഅല്ലിമ് വായിദ് അവരെ വക്കൽ എന്ന് വേണ്ടാത്ത ശൈലി അവർ ഉപയോഗിച്ചാൽ, ശറ വിരോധിച്ച കാര്യങ്ങൾ അവരെ വായിദിലോ അവരുടെ തഅലീമിൻ്റെ കാര്യത്തിൽ അവർ ഉപയോഗപ്പെടുത്തിയാൽ അവരോട് ബന്ധപ്പെട്ടവർ ചൂടാവേണ്ടതുണ്ട് എന്ന് സ്വീകരിക്കുന്ന ബാബ. وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه ونفعنا بعلومه. حدثنا محمد بن كثير قال أخبرنا سفيان عن ابن أبي خالد عن قيس بن أبي حازم عن أبي مسعود الأنصاري رضي الله عنه وعنهم أنه قال قال رجل يا رسول الله لا أكاد أدرك الصلاة مما يطول بنا فلان فما رأيت النبي صلى الله عليه وسلم في موعظة أشد غضبا من يومئذ فقال أيها الناس إنكم منفرون فمن صلى بالناس فليخفف فإن فيهم المريض والضعيف وذا الحاجة. ഈ ഹദീസ് ഇമാം ബുഖാരിയിൽ തന്നെ 5 സ്ഥലത്ത് റിവായത്ത് ചെയ്ത ഹദീസാണത്. ഈ ഹദീസിലെ റാവിമാർ 5 പേരാണ്. ഒന്ന് മുഹമ്മദ് ബിൻ കസീർ ബിഫത്തിൽ കാഫി, മുഹമ്മദ് ബിൻ കസീർ അൽ അബ്ദി, അബ്ദി ബിസുകൂനിൽ ബായിൽ മുവഹദ, അൽ ബസരിയു. അഹു സുലൈമാൻ ബിൻ കസീർ, സുലൈമാൻ ബിൻ കസീർ എന്നവരുടെ സഹോദരനാണ്. സുലൈമാനു അക്ബറു മിൻഹു ബിഖംസി സിനീൻ. സുലൈമാൻ ബിൻ കസീർ നമ്മുടെ ഈ റാബിയായ മുഹമ്മദ് ബിൻ കസീറിനേക്കാളും 5 വയസ്സിന് മൂത്തവരാണ്. മുഹമ്മദ് ബിൻ കസീർ എന്നവർ അവരുടെ ജ്യേഷ്ഠനായ സുലൈമാൻ ബിൻ കസീറിനെ തൊട്ട് ഷുഅബ റളിയല്ലാഹു തൊട്ട് സൗരി റളിയല്ലാഹു തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അവരെ തൊട്ട് ഇമാം ബുഖാരി, ഇമാം അബൂ ദാവൂദ് അവരെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം, ഇമാം തുർമുദി, ഇമാം നസായി ഇവരെ തൊട്ടുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും നേരിട്ട് ഉസ്താദ് ബന്ധമില്ല. മുഹമ്മദ് കസീർ എന്നവരെ തൊട്ടിട്ട് ഒരു വലിയ പണ്ഡിത കുടുംബമാണ്. അതാണ് സുലൈമാൻ ബിൻ കസീർ, വലിയ കാര്യമാണ് അവർ. അവരെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. കാരണം എന്തുകൊണ്ട്? ഇമാം ബുഖാരി അവരെ തൊട്ട് ബുഖാരിയിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. അതോടുകൂടെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം നസായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തുർമുദി തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പറ്റി ഒന്നും പറയാനില്ല. വളരെ കാര്യമായ ആളാണ്. അവിടെ വഫാത്ത് നടക്കുന്നത് 223-ലാണ്. വഫാത്താകുമ്പോൾ അവർക്ക് 90 വയസ്സുണ്ട്. രണ്ടാമത്തെ ആള് സുഫിയാനു സൗരി. മൂന്നാമത്തത് ഇസ്മായിൽ ഇബ്നു അബി ഖാലിദ് അൽ ബജലി അൽ കൂഫിയു അൽ അഹ്മസിയു അത്താബിഇയു അത്തൊഹാൻ അൽ മുസമ്മ ബിൽ മീസാൻ. മൂന്നാമത്തെ ഇസ്മായിൽ ഇബ്നു അബി ഖാലിദ് എന്ന ആളെ പറ്റി മീസാൻ എന്ന് ഉപയോഗിക്കലുണ്ട്. അവരെപ്പറ്റി മീസാൻ എന്ന് ഉപയോഗിക്കാനുള്ള കാരണം പറയുന്നത് ഈ മഹാനായ ഇസ്മായിൽ ഇബ്നു അബി ഖാലിദ് എന്ന് പറയുന്ന മഹാൻ അവർ ഒരു കാര്യം പറഞ്ഞാൽ അത് തുലാസിലിട്ട് തൂക്കി കണക്കാക്കിയ മാതിരി, അത് ഏറെ ഉണ്ടാവില്ല, കുറവുണ്ടാവില്ല, ഒന്നും അതിന് ഒഴിവാക്കാണ്ടാവില്ല. വളരെ കറക്റ്റായിരിക്കും. ഒരു ചോദ്യത്തിനൊക്കെ മറുപടി പറയുകയാണെങ്കിൽ ഒന്നും ഒഴിവാക്കാണ്ടാവില്ല. ഒരു വാക്ക് പറയുകയാണെങ്കിൽ അതിൽ പൊഴിവാക്കായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഹദീസിനെ സംബന്ധിച്ച് അവർ ഒരു ഹദീസാണ് റിപ്പോർട്ട് ചെയ്താൽ അത് 100% ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് മീസാൻ എന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അവരുടെ പേരതാ, ഇസ്മായിൽ ഇബ്നു അബി ഖാലിദ് എന്നവർക്ക് വിളിക്കുന്ന പേര് തുലാസ് എന്നാണ്. നാലാമത്തെ ആള് ഖൈസ് ഇബ്നു അബി ഹാസിം എന്നവരാകുന്നു. അവരെ സംബന്ധിച്ച് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അഞ്ചാമത് അബൂ മസ്ഊദ് ഉഖബത്ത് ബിൻ അംർ അൽ അൻസാരി അൽ ഖസ്റജി അൽ ബദരി. അബൂ മസ്ഊദ് എന്നവർ ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, സ്വഹാബിയാണ്, ആദ്യകാല മുസ്ലിമായ ആളുകളെപ്പെട്ടവരാണ്. അപ്പം ഈ പറഞ്ഞ സനദിൽ കൂടെയാണ് ഈ ഹദീസ് വരുന്നത്. എന്താ ഹദീസ്? അന്നഹു ഖാൽ, അബൂ മസ്ഊദുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റജുലുൻ, ഒരു മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ലാ അകാദു ഉദ്രിക്കു സ്വലാത്ത മിമ്മാ യുതവ്വിലു ബിനാ ഫുലാൻ. ലാ അകാദു, ഞാൻ അടുത്തായിട്ടില്ല, ഉദ്രിക്കു സ്വലാത്ത, നിസ്കാരത്തെ എത്തിക്കാൻ, മിമ്മാ യുതവ്വിലു, നീട്ടൽ കാരണമായിട്ട്, ബിനാ മോമൂമിങ്ങളായ ഞങ്ങളെ കൊണ്ട്, ഫുലാനുൻ, ഫുലാനായ ഇന്നാലിന്ന ആളായ ഇമാമ്. അപ്പോൾ ഞങ്ങൾക്ക് ഇമാമ് നിൽക്കുന്ന ആ വ്യക്തി റസൂലുള്ളാഹിക്ക് അറിയാം, പരനാക്കും അറിയാം. അത് കിനായത്തായി പറയാണ്, ആളെ പേര് പറയാതിരിക്കുകയാണ്. ഇവിടെ ആളല്ല അവിടെ വിമർശിക്കപ്പെടേണ്ടത്, ആളുടെ പ്രവൃത്തിയാണ് ഇവിടെ വെറുക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഫുലാൻ, ആളെ പേരാണ് ഇന്നേക്കൊരു ഫായിദില്ല അവിടെ. അപ്പോൾ ഫുലാൻ ഞങ്ങളെ കൊണ്ട് നിസ്കാരം വല്ലാതെ നീട്ടുകയാണ്, ആ നീട്ടൽ കാരണമായിട്ട് എനിക്ക് നിസ്കാരം കിട്ടലില്ല. അവിടെ ചില ആൾക്കാർ പറയണേ, നീട്ടിക്കാണെങ്കിൽ നിസ്കാരം കിട്ടുമല്ലോ, വേണ്ട ഏതായാലും പോയാൽ കിട്ടൂലേ, അത് കുറേ നേരം സ്കരിച്ചല്ല, എപ്പോഴെങ്കിലും പോയാലും നിസ്കാരം കിട്ടുമല്ലോ എന്നുവെച്ചാൽ ബേജാറ് പിടിച്ച് വണ്ടി കിബീർ കിട്ടിയ ഉടനെ വേഗം നിസ്കാരം തീർക്കുകയാണെങ്കിൽ നിസ്കാരം ജമാഅത്ത് കിട്ടാതെക്കുക. അതുകൊണ്ട് ഈ വാക്കിനടുത്തോ ഒരു കോലില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അതവർക്ക് ഈ പ്രയോഗം മനസ്സിലാകാത്തതുകൊണ്ടാണ്. ആ പ്രയോഗം എന്താ, അതിൻ്റെ ഉദ്ദേശം എന്താ? ഞങ്ങളെ ഇമാമ് നിസ്കാരം നീട്ടി നിസ്കരിക്കുന്നത് കാരണമായിട്ട് എന്നെ കൊണ്ട് അത്ര നേരം നീട്ടി നിസ്കരിച്ച് നിൽക്കാൻ കഴിയൂല, എനിക്ക് വേഗം നിസ്കാരം തീർക്കണം, അതുകൊണ്ട് ഞാൻ ജമാഅത്തിന് പോകലില്ല. അങ്ങനെ തന്നെ വേറെ റിവായത്തിൽ വന്നിട്ടുമുണ്ട്. 4-5 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസാണല്ലോ, ബുഖാരി തന്നെ. അതിൻ്റെ ആളെ പേര് മറ്റൊക്കെ മറ്റ് റിവായത്തുകളിൽ വരുന്നുണ്ട്. അപ്പം ഞങ്ങളെ ഇമാമിൻ്റെ സ്വഭാവം എന്താ? മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ മഗ്രിബ് നിസ്കരിക്കൂ, ഇശാ നിസ്കരിക്കൂ. കാരണം ഇവിടുന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് അവരുടെ ആ ഗോത്രത്തിൻ്റെ ഭാഗത്തുള്ള പള്ളിയിലേക്ക് ചെന്നാൽ ആ പള്ളിയിലെ ഇമാമ് മൂപ്പരാണ്,
നബിൻ്റെ ഒപ്പം സ്കരിച്ച് രണ്ടാമതോടെ പോയി മടക്കി സ്കരിക്കുക ചെയ്യുക, ഇപ്പോൾ ഇമാമ് നിസ്കരിക്കുക ചെയ്യുക. ഇമാമ് മടക്കി സ്കരിക്കാൻ പറ്റും തന്നെയാണല്ലോ. ഒരിക്കൽ നിസ്കരിച്ച ആൾക്ക് രണ്ടാമത് ഇമാമായി നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ അവർ ഇമാമൊന്ന് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ അൽബക്കറ ഓതും, ചിലപ്പോൾ അന്ന് പകൽ പൂർണ്ണമായി ഇറങ്ങിയ സൂറത്തുകൾ ഏതുണ്ടോ അത് മുഴുവനും ഓതും. എന്തിന്? അവർക്ക് ഇന്ന് ഇറങ്ങിയ ആയത്തുകൾ ഇന്നതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. റസൂലുള്ളാഹിന്റെ കാലത്തല്ലേ, വഹി ഇറങ്ങുന്ന കാലത്തല്ലേ. അപ്പം അവർ സ്വഭാവം എന്താ? ജനങ്ങളിലേക്ക് അന്നാന്ന് ഇറങ്ങിയതായ പരിശുദ്ധ ഖുർആൻ അത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അവർ ചെയ്യൽ നിസ്കാരത്തിൽ അങ്ങോട്ട് ഓതും. നിസ്കാരത്തിൽ ഓതിയാൽ എന്തായി? എല്ലാവരും ആ കേട്ടവർ മുഴുവനും ആദ്യം ഖുർആൻ കേൾക്കും. തബ്ലീഗ് ചെയ്യല് റസൂലുള്ളാഹിക്ക് വാജിബാണ്, മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കും വേണ്ടേ? മുഅക്കദ സുന്നത്തുമാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി ചില സമയത്ത് നീട്ടി ഓതലൊക്കെ ഉണ്ട്. അതെന്താ? നബി തങ്ങൾക്ക് ഓതിക്കൊടുക്കലും സ്വഹാബത്ത് അത് കേൾക്കലും നിർബന്ധമാണ്. അപ്പോൾ നബി തങ്ങൾക്ക് നിസ്കാരത്തിലല്ലാതെയൊക്കെ അത് ഓതിക്കൊടുക്കാം. അത് ആ സന്ദർഭത്തിൽ വെച്ച് നബി തങ്ങൾ ഓതിക്കൊടുക്കും. പക്ഷെ മറ്റുള്ളവർക്ക് അത് പറ്റൂല. മറ്റുള്ളവർക്ക് നിസ്കാരം വേഗം ഓതി തീർക്കുക വേണ്ടത്. നിസ്കാരം വേഗം ജമാഅത്തായ നിസ്കാരമാകുമ്പോൾ ആ നിസ്കാരം വേഗം തീർത്തു കൊടുക്കണം. അത് വാരിതായ വജ്ജത്ത് ഓതണം. കുറേ നീട്ടി വെച്ച് ഓതാൻ പറ്റൂല. പിന്നെ ഫാത്തിഹ ഓതണം, പിന്നെ സൂറത്ത് ഓതണം. ഫാത്തിഹ തന്നെ മണിച്ച് കുണിച്ച് തെർത്തീരിൻ്റെ അപ്പുറമുള്ള മദ്ദും അപ്പുറമുള്ള വളരെ സ്ലോവായി ഓതുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ചെറിയ സൂറത്തെ ഓതുള്ളൂ, പക്ഷെ ആ സൂറത്ത് ഓതി കഴിയുമ്പോൾ 10 മിനിറ്റ് പിടിച്ചു. ഓരോരോ അക്ഷരങ്ങൾ ഇങ്ങനെ നീട്ടി വരച്ച് ഒരു ഹദീസ് ഒരായത്ത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ശ്വാസം വിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അടുത്ത ഹദീസ് ഓതിന് ഓരോരോ അക്ഷരങ്ങളും വെവ്വേറെ സാവകാശം അങ്ങനെ ഉരുട്ടി പിടിച്ച് കൊണ്ടുപോകും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിസ്കാരം എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് പോലെ എല്ലാവർക്കും എളുപ്പമായ നിൽക്കാവണം. കൂടുതൽ നിസ്കരിക്കേണ്ടവർ ഒറ്റയ്ക്ക് ജമാഅത്തായി ഒറ്റയ്ക്ക് സുന്നത്ത് നിസ്കരിച്ചോട്ടെ. സുന്നത്ത് അത്രയും നിസ്കരിച്ചൂടെ? ഈ സുന്നത്തുകൾക്ക് തന്നെ ഒരു ഇമാമിനെ വെച്ച് കണ്ട് പറഞ്ഞ് നിസ്കരിച്ചോട്ടെ, വല്ല പുറക്കാരല്ല എന്നല്ലാതെ ജനങ്ങൾ നിർബന്ധമായും സുന്നത്തായ മുഅക്കദായ സുന്നത്തായി പങ്കെടുക്കേണ്ട 5 വക്ത് നിസ്കാരങ്ങൾ പൊതുജമാഅത്തുകൾ അത് പെട്ടെന്ന് തീർക്കുകയാണ് വേണ്ടത്. അതാണ് റസൂലുള്ളാഹി പറയുന്നത്. കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എന്താ? ഇന്ന ആള് നീട്ടല് കാരണം എനിക്ക് നിസ്കാരം കിട്ടലില്ല, ജമാഅത്തായി നിസ്കാരം കിട്ടുക, ഞാൻ ജമാഅത്തിൽ പോലില്ല, കഴിഞ്ഞ കൊണ്ട് അതിന് മുമ്പ് നിസ്കരിക്കാൻ കഴിയൂല, അൽബക്കറിക്ക് ഓതി വിഷയങ്ങളുണ്ട് എന്നാണ് പരാതി പറയുന്നത്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല ഫീ മൗഇളത്തിൻ ഒരൊറ്റ ഉപദേശത്തിലും അശദ്ദ ഗളബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യത്താൽ ഏറ്റവും ശക്തിമത്തായവരായിട്ട് മീ യൗമീദിൻ അന്നത്തേക്കാൾ. അന്ന് നബി തങ്ങൾ ദേഷ്യം പിടിച്ച അത്ര വയലിൽ ദേഷ്യം പിടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ചൂടായിട്ടാണ് ഈ പരാതി പറഞ്ഞതിന് ശേഷം നബി തങ്ങൾ ഉപദേശം കൊടുത്തത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നക്കും തീർച്ചയായും നിങ്ങളാകുന്നത് മുനഫിറൂന, ജനങ്ങളെ വെറുപ്പിക്കുന്നവരാണ് നിങ്ങൾ, നിഫ്രത്ത് ഉണ്ടാക്കി തീർക്കുന്നവരാണ് നിങ്ങൾ മുനഫിരീങ്ങളാണ്. ഫമൻ സല്ലാ ബിന്നാസി, അതുകൊണ്ട് ആര് തന്നെ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു കൊടുത്താൽ ഫല്യുഖഫിഫ്, അവൻ തഖ്ഫീഫ് ചെയ്യട്ടെ, അവൻ ലഘൂകരിക്കട്ടെ. കാരണം ഫഇന്ന ഫീഹിം, തീർച്ചയായും ആ ജനങ്ങളിലുണ്ട് അൽ മരീള, രോഗിയുണ്ട്, വല്ലഈഫ, ബലഹീനനുണ്ട്, വദൽ ഹാജ, പല ആവശ്യമുള്ളവരും ഉണ്ടാകും. പല നിലക്കാണ് ജനങ്ങൾ. ഒന്നിലേക്ക് സ്വയം നഫ്സ് കൊണ്ട് ഹാദിസായ പ്രശ്നങ്ങളെ കൊണ്ട് തുടരാൻ കഴിയാത്ത രോഗികൾ, ചില ആൾക്കാർ അവരുടെ ശരീരഘടന കൊണ്ട് തന്നെ കഴിയാത്ത ആളുകൾ, ചിലപ്പോൾ രോഗം മറ്റോ അല്ല ആരോഗ്യമുണ്ട്, പക്ഷെ അവർക്ക് തിരക്കുണ്ട്, വേഗം പെടുന്നത് കഴിഞ്ഞ് പോവേണ്ടതുണ്ട്. ഈ 3-4 ആവശ്യക്കാർ എന്തായാലും ഉണ്ട്. ഇന്നയാണ് ഫാണ്, ഇന്നയാണ് ഇന്നെ കൊണ്ട് തെക്കി ചെയ്തിട്ടാണ് റസൂലുള്ളാഹി പറയുന്നത്. തീർച്ചയായും
നിങ്ങളെ കൂടെ തുടരുന്ന ആളുകളെ കൂട്ടത്തിൽ രോഗികള്, ബലഹീനര്, ആവശ്യക്കാരുണ്ടാകും. അതുകൊണ്ട് പെട്ടെന്ന് ആ നിസ്കാരം എന്ന് പറയുന്ന സംഗതി വേഗം നിർവഹിച്ചു കൊടുക്കണം. അത് നിർവഹിച്ചു കൊടുക്കാതെ നീട്ടിപ്പറിച്ചാൽ നിങ്ങൾ മുനഫിരീങ്ങളാണ്. നിസ്കാരം കൊടുക്കാൻ കുറേ ടൈം മുടിച്ചും അവിടെ നമ്മൾ നിസ്കരിച്ച് പോവുക, അല്ലെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഒറ്റ നിസ്കരിക്കാം എന്നെല്ലാം ജനങ്ങൾ ചിന്ത മാറേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കരുത്. പെട്ടെന്ന് കാര്യങ്ങൾ തീർത്തു കൊടുക്കണം. ഇപ്പം നാം അറിയുന്ന കാര്യമാണ്, പരിശുദ്ധ റമദാനിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ചില ആളുകളൊക്കെ വലിയ പേരേറ്റ ഹാഫിദീങ്ങളെ കൊണ്ടുവരും. ഹാഫിദീങ്ങളെ കൊണ്ടുവന്നിട്ട് തറാവിയായിട്ട് നീട്ടി നിസ്കരിക്കും. ഒരു റക്കായത്തിൽ തന്നെ ഇങ്ങനെ ഒരു 20 റക്കായത്തിൽ ഒരു ജുസ്, 1.5 ജുസ്, ഇശ ആണെങ്കിൽ അതിലേറെ നീട്ടിപ്പരത്തി അങ്ങനെ നിസ്കരിക്കും. എന്താ ഉണ്ടാകുക? ആദ്യമൊക്കെ വലിയ കമ്പക്കാർ 1-2 ദിവസമൊക്കെ ഉണ്ടാവും. പിന്നെ ആൾ കുറഞ്ഞ് വരും. നമ്മൾ കാണുന്നതാണ്. എവിടെയെങ്കിലും നിസ്കാരം വേഗം തീർക്കുന്നുണ്ടെങ്കിൽ ജമാഅത്തിന് അവിടെ നിൽക്കാൻ സ്ഥലങ്ങളിൽ പുറത്തിറക്കാൻ നിസ്കരിക്കണുണ്ടാവും. പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലൊക്കെ അങ്ങനെയാണ്. 8 റക്അത്ത് നിസ്കരിക്കുന്ന ചില പള്ളികളിൽ ഓരെന്ത് ചെയ്യും, നീട്ടി വലിച്ച് നിസ്കരിച്ചിട്ട് കുറേ സമയം നിസ്കരിച്ചു. അവസാനം ഇമാമും മാമുവും വലിയ കമ്പക്കാരും കുറച്ച് ആളുണ്ടാവും, ഒരു പണിയില്ലാത്തവർ. ബാക്കിയുള്ള കച്ചവടക്കാർ, രോഗികൾ, ആവശ്യമുള്ളവർ എവിടെയെങ്കിലും 8 റക്അത്ത്, 20 റക്അത്ത് പെട്ടെന്ന് നിസ്കരിക്കുമ്പോൾ അവിടെ നിറച്ച ആളുകളായിരിക്കും. അത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ചെയ്യുന്ന ഇബാദത്തുകൾ ആളുകളുടെ അവസ്ഥ, പല ആളുകളും ഉണ്ടാകുമ്പം അവർ ഏറ്റവും ബലഹീനരെ പരിഗണിച്ചു കൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. ആരെങ്കിലും എത്താക്ക് നൂട്ടി ഓതിക്കൂടെ, നിങ്ങൾക്ക് അമ്മ ഓതിക്കൂടെ, അൽബക്കർ ഓതിക്കൂടെ, നിങ്ങൾക്ക് യാസീൻ ഓതിക്കൂടെ ഒക്കെ ചോദിച്ചാൽ ആൾക്ക് എനിക്ക് ഒറ്റയ്ക്ക് നിസ്കരിച്ച് ഇങ്ങോട്ട് വാ പള്ളിക്ക് എന്ന് അറിയണം. നമുക്കുണ്ടാക്കും വിത്തറ്, നമുക്കുണ്ടാക്കും അങ്ങനെ നിസ്കരിക്കുക, അല്ലെങ്കിൽ ദുആ നിസ്കരിച്ച് അങ്ങോട്ട് വാ, അല്ലെങ്കിൽ രാത്രി മുസ്ലിം സുന്നത്ത് നമുക്ക് ഉണ്ടാക്കും അങ്ങനെ ഓതി നിസ്കരിക്കുക എന്ന് പറയാം. ചില മക്കളൊക്കെ ഒന്ന് നോക്കിയാ ഓതുക, കാണാതെ ഓതാൻ കഴിയാത്തതുകൊണ്ട് നോക്കി ഓതുക. നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. മിഹ്റാബിലും ഒന്നിരിക്കൽ ലാപ്ടോപ്പ് വെക്കും, ഒന്ന് ഫോൺ കൈക്ക് പിടിച്ച് കഴിഞ്ഞാൽ നോക്കി ഓതിയാൽ ഷാഫി മദ്ഹബ് പ്രകാരം ഒരു ദഈഫായ കൗല് പ്രകാരം നോക്കി ഓതിയ നിസ്കാരം ബാത്തിലാകുന്നവരെ പറഞ്ഞോലുണ്ട്. ഇമാമിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, നോക്കി ഓതിയാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിന് സ്വഗരാക്കുന്ന ഒന്നിലേക്കും നോക്കരുത്, സുജൂദിന്റെ മഹലിലേക്ക് തന്നെ നോക്കണമെന്ന. ആ ഖുർആനടക്കം നോക്കി ഓതരുത്. അത് കറാഹത്താണെന്നുള്ള ഷാഫി മദ്ഹബിൽ ഇത്തിഫാക്കാണ്. അത് ഹറാമും മുബ്തിലുമാണോ എന്നുള്ളതിലാ ഖിലാഫുള്ളത്. അത് കുറേ ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. വലിയ ആൾക്കാർ നീട്ടി നിസ്കരിക്കണവർ നീട്ടി നിസ്കരിക്കൽ എങ്ങനെ, മൊബൈൽ ഫോൺ കൈക്ക് പിടിച്ച് നോക്കിക്കാണ്ട്, അല്ലെങ്കിൽ മുന്നിൽ മറ്റേ വലിയ മുസാഫ് തുറന്നു വെച്ച് കാണ്ട്. അതൊക്കെ തെറ്റാണ്. കാണാതെ കിട്ടണതന്നെ മുഴുവനും ഓതാൻ പാടില്ല. വല്ലയില്ലെങ്കിൽ പെട്ട് ഓതിയാൽ മതി ഇമാമ ജമാഅത്തിന്. പിന്നെ ഏതെങ്കിലും സൂറത്ത് കണ്ട മുറിച്ച് ഓതലോ അതിനേക്കാളും അഫ്സൽ ഒരു സൂറത്ത് ഫുൾ ഓതലാണ്. അതുകൊണ്ട് വല്ലയില്ല താഴത്തുള്ള സൂറത്ത് തന്നെ ഇമാമി ഓതിയാൽ മതി. പിന്നെ ഓതാൻ പൂതിയുള്ളവർ ആ ഇമാമും ബാക്കിയുള്ളവരും മറ്റുള്ളവർ തുടരാത്ത സുന്നത്ത് നിസ്കാരങ്ങളിൽ ഈ നിസ്കാരത്തിൽ ഒന്നുകൂടി മടക്കി നിസ്കരിച്ചോട്ടെ, അതിലും കത്തം തീർത്തോട്ടെ, കമ്പക്കാർ വന്നാൽ മതി. ഇതാണ് ഈ ഹദീസ് റസൂലുള്ളാഹി പറയുന്നത്. മൻ സല്ലാ ബിന്നാസി ഫൽയുഖഫിഫ് ഫഇന്ന ഫീഹിമുൽ മരീള വദ്ദഈഫ വദൽ ഹാജ. അപ്പോൾ ഈ ഹദീസ് കൊണ്ട് ഇമാം ഈ ബുഖാരി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നത്, ഇവിടെ ഇമാമത്ത് നിന്നിരുന്ന സ്വഹാബി അവരുടെ ലക്ഷ്യമെന്താണ്? ജനങ്ങളിലേക്ക് പരിശുദ്ധ ദീൻ എത്തിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, സംസ്കാരത്തിൽ കൂടെയാകുക. അപ്പൊ ദീനിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മാർഗമാണ് അവർക്ക് ഖുർആൻ ഓതി കൊടുക്കുക എന്നുള്ളത്. അത് നിസ്കാരത്തിൽ ഓതിക്കൊടുത്തു, കൂടുതലായി ഓതിക്കൊടുത്തപ്പോൾ അത് ശരിയല്ല. അവിടെ വിമർശിച്ചു റസൂലുള്ളാഹി തങ്ങൾ. അവരോട്, ആ ഇമാമിങ്ങളോട് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള എല്ലാ ഇമാമിയും റസൂലുള്ളാഹി പഠിപ്പിച്ചു, നിങ്ങൾ അങ്ങനത്തെ ഇത് വേണ്ട. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമുഅൻ്റെ ഒരു പ്രസംഗമുണ്ട് ചില ആളുകൾക്ക്. എന്തിനാ? ആൾക്കാരൊക്കെ വന്ന ജുമുഅക്ക് വന്നോലാണ്. എന്നിട്ട് ബാങ്ക് കൊടുത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് 12:30 മണിക്കാണ് കയറി കുത്തിർന്നാൽ 1:30 മണി വരെ പ്രസംഗിക്കും. ചിലയിടത്ത് 1 മണിക്കേ പ്രസംഗം തന്നെ തുടങ്ങുള്ളൂ. വെള്ളിയാഴ്ച ജുമുഅ എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് ഫർള് ഐനായ സംഗതിയാണ്. അത് തീർന്നിട്ട് പല വഴിക്കും പോവേണ്ടതുണ്ടാകും. ദൽ ഹാജ ധാരാളം ഉണ്ടാകും, മരീദുകളും ഉണ്ടാകും, ദഈഫീങ്ങളും ഉണ്ടാകും. പിന്നെ പോട്ടെ നിൽക്കുക.
ഈ പല ജാതി ആവശ്യക്കാരും പല മഹല്ലുകാരും പല വണ്ടി കാത്തുകളും വിമാനയാത്രക്കാർ പല കാര്യങ്ങൾ ചെയ്യേണ്ടവരുണ്ടാകും. എന്നാലും അവർ 1.5 മണിക്ക് നിസ്കാരം തുടങ്ങുക, അങ്ങനെ 2 മണിക്ക് നിസ്കാരം തുടങ്ങുക. അതിൻ്റെ മുമ്പ് ചവിട്ടിയാണ് കുത്തുക. ആരെങ്കിലും കിട്ടുമോ? മഹല്ലാരടക്കം വരില്ല. ഓനും കത്തിയപ്പോൾ ആ വലിയ പൂറൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കണ മോൻ്റെ വയല് വെക്കണ ആരുണ്ടോ ഓരന്നെ ഉണ്ടാവുള്ളൂ. അതുപോലെ ചില ആളുകൾ നിസ്കാരത്തിൻ്റെ സമയത്ത് വെള്ളിയാഴ്ച എല്ലാം മൈക്കാണ്ട് ഒരു തുറന്നു വെച്ചാൽ പിന്നെ ഓൻ എപ്പോഴാണ് മൈക്ക പൂട്ട് ആൾക്കാർ അവസാനത്തെ അവിടെയും പോയിട്ട് ഒരു സുന്നത്ത് നിസ്കരിക്കാനോ ഖബർ സിയാറത്ത് ചെയ്യാനോ ഒരു ഖുർആൻ ഓതാനോ ഒരാളോട് സലാം പറയാനോ ഒന്നിനും പറ്റൂല. ഓൻ്റെ ശ്വാസം വിടലും ഓൻ്റെ കുരക്കലും ഓൻ്റെ എല്ലാ മൈക്ക് കൂടെ. ഓൻ്റെ പ്രസംഗം കേൾക്കാൻ 10-20 ആളുണ്ടെങ്കിൽ അവർ കേൾക്കണ കൊച്ചട്ടാ പോരെ. അപ്പോൾ നിസ്കാരത്തിനൊക്കെ മൈക്ക് ഉപയോഗിക്കുക. ആകെ ഒരു സൊഫോ 2 സൊഫോ ആളുണ്ടാവും. അതിന് പള്ളിയും പള്ളിൻ്റെ മുറ്റവും മഹൂദും കാര്യം ബാത്റൂമും പള്ളിൻ്റെ പരിസരം മുഴുവനും വച്ച. എന്തിനാ അവനങ്ങനെ അച്ചോടന്? നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നിസ്കാരം ബാത്തിലാവും തോന്നും. കാരണം എന്താ? നമ്മൾ മദ്ഹബ് എന്താ? ഇമാമ് ശബ്ദം ഉയർത്തണമെങ്കിൽ ഇത്രയും മൗമൂമിങ്ങൾ കേൾക്കേണ്ട അത്രേ ഉയർത്താൻ പാടുള്ളൂ. അതിലേറെ ശബ്ദം ഉയർത്തിയാൽ നിസ്കാരം ബാത്തിലാകുന്നവരെ പറഞ്ഞവരുണ്ട്. എത്രയോ സൗണ്ട് ഉയർത്തുന്നത് ആ മൈക്ക കൂടെ കേൾക്കുന്നതും മുഴുവനും ഓൻ്റെ സൗണ്ടാണെങ്കിൽ എത്രയോ ഓന് സൗണ്ടിൻ്റെ ഒച്ച. 4 ആൾ തുടരണമെങ്കിൽ 2 സൊഫ് തുടരണിന് പള്ളിൻ്റെ അകവും പുറവും മുറ്റും മുഴുവനും കേൾക്കുന്ന നിലക്ക് ഒച്ചയുടെ ആവശ്യമുണ്ടോ? മൈക്കൊക്കെ കാണിച്ചു തന്നി വല്ല ആൾക്കാർ മുന്നിലേക്ക് പറഞ്ഞാൽ പോരെ. മൈക്ക കണ്ടാൽ മൈക്കത്ത് നിന്നാണ് പേര് ഒച്ച. നിസ്കാരത്തിൽ ആരും വേണ്ടില്ല, എല്ലാത്തോടത്തും ആരും വേണ്ടില്ല. അതൊക്കെ ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ശക്തമായ അവരോട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള തബ്ലീഗ് വഅള് പറയുന്ന വാഇളീങ്ങൾ, പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ അതിനേക്ക് ശർഅ് നിശ്ചയിച്ചതായ പരിധിയിൽ കൂടെ അല്ലാതെ ചെയ്താൽ അവരോട് ദേഷ്യം പിടിക്കണം. വേണ്ടി വന്നാൽ മഹല്ലെന്ന് അവിടെ പിരിച്ചുവിടുക പോലും വേണം എന്നാണ് ഈ ഹദീസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ഒരു അർത്ഥം വെച്ചുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബുൽ ഗളബി ഫിൽ മൗഇലതി വത്തഅലീമി ഇദാ റആ മാ യുക്റഹു എന്ന് ബാബിട്ടത്.